സോ ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഓൾറെഡി 2 ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് മൂന്നാമത്തെ പോർഷൻ ആയിരുന്നു. എന്തായിരുന്നു? മാക്സിമം ഹോഗിങ് മൊമെന്റ് അറ്റ് ബി. അപ്പൊ നമ്മൾ മാക്സിമം സാഗിങ് മൊമെന്റ് അറ്റ് മെമ്പറും മിനിമം സാഗിങ് മൊമെന്റും കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹോഗിങ് മൊമെന്റ് അറ്റ് ബി. അപ്പൊ അവിടുത്തെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഹോഗിങ് മൊമെന്റ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ആ ബിയുടെ, അതായത് എ ബി എന്ന മെമ്പറും അതുപോലെ ബി സി എന്ന മെമ്പറിലും നമ്മൾ എന്ത് കൊടുക്കുന്നു? ലൈവ് ലോഡ് കൊടുക്കുന്നു. അപ്പോ ബി എന്ന ജോയിന്റ് ആണ്, ബി എന്ന പോയിന്റിലുള്ള മാക്സിമം ഹോഗിങ് മൊമെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 2 മെമ്പേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ലൈവ് ലോഡ് നമ്മൾ കൊടുക്കുന്നു. ഇനി അതല്ല സിയിലാണ് ചോദിച്ചിരുന്നെങ്കിലോ ഇവിടെയും നമ്മൾ കൊടുക്കുമായിരുന്നു. ഡിയിലായിരുന്നെങ്കിൽ ഇവിടെ മാത്രമായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക? മൊമെന്റ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഈ ഒരു ഫിഗർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കംപ്ലീറ്റ് കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഫിഗർ ആണ് ഇമ്പോർട്ടന്റ്. മാക്സിമം ഹോഗിങ് മൊമെന്റ് അറ്റ് ബി, ഒരു ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലെ മാക്സിമം ഹോഗിങ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ എന്ത് ചെയ്യുക? ആ ബിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്പാൻ ഏതൊക്കെ? ബി എയും അതുപോലെ തന്നെ ബി സിയും. ഈ 2 മെമ്പേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുക? അവിടെ ലൈവ് ലോഡ് നമ്മൾ കൊടുക്കുക. അവിടെ ലൈവ് ലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമുക്ക് ആവശ്യമായിട്ടുള്ള മാക്സിമം ഹോഗിങ് മൊമെന്റ് അറ്റ് ബി എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഓർമ്മിക്കുക, ഈ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ബാക്കി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാം. എന്ത് ചെയ്യുക? ടോട്ടൽ ലോഡ് എ ബി എന്ന മെമ്പറിലായിരിക്കും ടോട്ടൽ ലോഡ് വേരിയേഷൻ, അതുപോലെ ബി സി എന്ന മെമ്പറിലുള്ള ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ലോഡ് അറ്റ് എ ബിയും ടോട്ടൽ ലോഡ് അറ്റ് ബി സിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ വരുമ്പോൾ 16 + 17 33 kN per meter എന്ന് വരും. അതുപോലെ തന്നെ ടോട്ടൽ ലോഡ് അറ്റ് ബി സി is equal to 31.5 kN meter എന്ന് വരും. അതിനുശേഷം നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മൾ ഫിക്സഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കുക. ഫിക്സഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ ഫിക്സഡ് മൊമെന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33 ആണ്. ദെൻ WL²/12. അപ്പോൾ മൈനസ് സൈൻ പ്ലസ് സൈൻ കൊടുക്കണം. ഇവിടുത്തെ MF AB കണ്ടുപിടിക്കുമ്പോൾ മൈനസും MF B കണ്ടുപിടിക്കുന്ന സൈൻ എന്തായി? പ്ലസും ആയിരിക്കും സൈൻ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ദെൻ കോളം മെമ്പേഴ്സിലൊക്കെയുള്ള മൊമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ ഫൈനലി മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് മെമ്പർ കണ്ടുപിടിക്കുമ്പോൾ MF BC അതുപോലെ തന്നെ MF CB കണ്ടുപിടിക്കുക. മൈനസ് സൈനും പോസിറ്റീവ് സൈനും UDL ആണ്. WL²/12 ആണ് എക്സ്പ്രഷൻ. സോ എല്ലാ മെമ്പേഴ്സിന്റെയും എന്ത് കണ്ടുപിടിക്കുക? ഫിക്സഡ് മൊമെന്റ് കണ്ടുപിടിക്കുക. ഫിക്സഡ് മൊമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലോട്ട് പോവാം. അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ഓൾറെഡി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തിന് നേരെ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലോട്ട് പോവാം. അപ്പൊ നമുക്കിനി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നമ്മളിപ്പോ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 2-3 ഫേസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും അതിനകത്തൊക്കെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഉണ്ടാവേണ്ടത് ജോയിന്റ്, മെമ്പർ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ഫിക്സഡ് മൊമെന്റ്സ്, ബാലൻസിംഗ് മൊമെന്റ്, ക്യാരി ഓവർ മൊമെന്റ്, ബാലൻസിംഗ് മൊമെന്റ്, ക്യാരി ഓവർ മൊമെന്റ്, ബാലൻസിംഗ് മൊമെന്റ്, അഗൈൻ ലാസ്റ്റ് വൺ ഇസ് ടോട്ടൽ മൊമെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം. ഓരോ മെമ്പർ ഏതൊക്കെയാണ് ജോയിന്റ്സ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ABCD എന്ന ജോയിന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ ഓരോന്നിന്റെയും മെമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം അറിയുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഓൾറെഡി തൊട്ട് മുമ്പുള്ള 2 മെത്തേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അതിനുശേഷം നേരെ എങ്ങോട്ടേക്ക് പോവാ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ വീണ്ടും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ആ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓരോ മെമ്പറിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഒക്കെ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. ഫിക്സഡ് മൊമെന്റ്സ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് ഓരോ മെമ്പറിന്റെയും ഫിക്സഡ് മൊമെന്റ്സ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർഡർ മാറിപ്പോരുത്. പറഞ്ഞായിരുന്നു എങ്ങനെയായിരുന്നു ഓരോ ജോയിന്റ്സും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു. ആ ഓരോ ജോയിന്റ്സിലെയും മെമ്പേഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഫിക്സഡ് മൊമെന്റ്സ് ആണ്. അതും അതുപോലെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഫിക്സഡ് മൊമെന്റ്സ് എടുത്ത് എഴുതുക. ദെൻ ബാലൻസിംഗ് മൊമെന്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇവിടെയുള്ള നെറ്റ് മൊമെന്റ് എത്രയാണ് നോക്കുക. ഇവിടെ -134.75 ആണ് നെറ്റ് മൊമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈൻ റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്ത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക? എഴുതുക. ഓരോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതാണ് ത്രൂ ഔട്ട് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. ബാലൻസിംഗ് മൊമെന്റ് മാറിപ്പോയത് സൈൻ ചേഞ്ച് ചെയ്യാൻ. ഇപ്പൊ ഇവിടെ നമ്മൾ കിട്ടുന്ന നെറ്റ് മൊമെന്റ് ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും സൈൻ അല്ലെ. നെറ്റ് മൊമെന്റ് എടുക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ്. പി എന്ന ജോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാലൻസിംഗ് മൊമെന്റ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ഇൻറ്റു ഓരോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എഴുതുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ C എന്ന മെമ്പർ എടുക്കുമ്പോഴും D എന്ന മെമ്പർ എടുക്കുമ്പോഴും അതിനോട് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് ക്യാരി ഓവർ മൊമെന്റ് എടുക്കാനും എങ്ങനെയാന്നുള്ള കാര്യം അറിയാം. ഓരോ ജംഗ്ഷനിലുമുള്ള മൊമെന്റ്സിന് എന്ത് ചെയ്യുക? ക്യാരി ഓവർ ചെയ്യുക. അത് ഇവിടെ എടുക്കുമ്പോൾ A എന്ന ജോയിന്റ് എടുക്കുമ്പോൾ ഏതൊക്കെ എടുക്കണ്ടേ? AB-യും BA-യും കൺസിഡർ ചെയ്യുക. സോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. മൊമെന്റ് ക്യാരി ഓവർ ചെയ്യുന്നു. അവിടെ നമ്മൾ സൈൻ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സൈൻ ചേഞ്ച് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ ബാലൻസിംഗ് മൊമെന്റിലാണ് നമ്മൾ സൈൻ ചേഞ്ച് ചെയ്യുന്നത്. അതായിരുന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നിന്ന് ബാലൻസിംഗ് മൊമെന്റ് ചെയ്യുന്നു. ബാലൻസിംഗ് മൊമെന്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്?
ഇവിടെയുള്ള നെറ്റ് മൊമെന്റ്, ഇപ്പൊ എ എന്ന ജോയിന്റ് എടുത്തു, അവിടുത്തെ നെറ്റ് മൊമെന്റ് നമ്മൾ എടുത്തു, സൈൻ റിവേഴ്സ് ചെയ്തു, ഓരോ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതും ബാലൻസിങ് മൊമെന്റും ത്രൂ ഔട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അണ്ടർസ്റ്റുഡ് ആണ്. ജസ്റ്റ് ഒന്ന് ഇത് ഈ ടേബിൾ നോക്കാണ്ട് തന്നെ ചെയ്യുക. ചെയ്തതിനു ശേഷം ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ടേബിൾ നോക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ക്യാരി ഓവർ മൊമെന്റ് ആണ്. ക്യാരി ഓവർ മൊമെന്റ് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം. ഓരോടത്തും എ ബിയും ബി എയും അതുപോലെ തന്നെ ബി സി സി ബി സി ഡി ഡി സി ഓരോ മെമ്പേഴ്സിന്റെ ക്യാരി ഓവർ മൊമെന്റ് എത്രയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ദെൻ വീണ്ടും വൺസ് അഗൈൻ വി വിൽ ഡു ദ ബാലൻസിങ് മൊമെന്റ് നമ്മൾ ചെയ്യുന്നു. ബാലൻസിങ് മൊമെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം അണ്ടർസ്റ്റുഡ് ആണ്. എന്ത് ചെയ്യുക, സൈൻ ചേഞ്ച് ചെയ്യുന്ന കാര്യം മാത്രം മറന്നു പോകരുത്. ഓരോ ബാലൻസിങ് മൊമെന്റ് എടുക്കുമ്പോഴും അവിടെ സൈൻ ചേഞ്ച് ചെയ്യുന്ന കാര്യം മാത്രം മറന്നു പോകരുത്. സോ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാലൻസിങ് മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഫൈനൽ ടോട്ടൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് എന്നുള്ള കാര്യം ഓൾറെഡി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, മെൻഷൻ ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിനകത്ത് ചെയ്യേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല, ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം അറിയാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ഒന്ന് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയതിനു ശേഷം ഇതാണോ കിട്ടിയിരിക്കുന്ന ആൻസർ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ഹോഗിങ് മൊമെന്റ് അറ്റ് ബി ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടിരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇനി നമുക്ക് നേരെ എന്തിലോട്ട് പോവാം, അതിന്റെ ബെൻഡിങ് മൊമെന്റ് ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കും. അത് ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഒരു ഇമേജ് ആയിട്ട് മാത്രം ഞാൻ ഒരു ഫിഗർ കാണിക്കാം, ഇങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം. ആ ഒരു ഫിഗർ മാത്രം ഒരു ഇമേജ് ആയിട്ട് ഞാൻ കാണിക്കാം. അതിനുശേഷം മാക്സിമം ഹോഗിങ് മൊമെന്റ് അറ്റ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ പ്രൊസീജിയർ മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിനു ശേഷം ഇനി കാണിക്കുന്ന ഇമേജസ് ഓരോന്നായിട്ട് നോക്കുക. ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നോക്കുക, നമുക്ക് നേരത്തെ കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് കിട്ടിയ ഓരോ വാല്യൂസ് നോക്കുക. അവിടെ ഓരോ മെമ്പറിലും ഓരോ സ്പാനിലുമുള്ള ടോട്ടൽ യു ഡി എൽ കാരണം അവിടെ ഉണ്ടാകുന്ന മൊമെന്റ് എത്രയാണെന്നുള്ള കാര്യം നോക്കുക. അങ്ങനെ അവിടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്യാണ്, വരയ്ക്കുകയാണ്. സോ നമുക്കിനി അടുത്ത് നമ്മൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ മാക്സിമം ഹോഗിങ് മൊമെന്റ് അറ്റ് സി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്കടുത്ത് നോക്കാം. സോ നമുക്കിനി മാക്സിമം ഹോഗിങ് മൊമെന്റ് അറ്റ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടുത്തെ ക്രിട്ടിക്കൽ ലോഡിംഗ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ആദ്യം നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്യുക. ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പറയുന്ന വീഡിയോയിലോട്ട് അല്ലെങ്കിൽ ഈ ഇമേജ് നിങ്ങൾ നോക്കി നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സിയിലാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഏതൊക്കെ സ്പാനിലാണ് ലോഡ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം നോക്കുക. ദെൻ ടോട്ടൽ ലോഡ് എന്ത് ചെയ്യുന്നു, അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് കാൽക്കുലേറ്റ് ചെയ്താൽ നേരെ എങ്ങോട്ടേക്ക് പോകാം, നമുക്ക് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവാം. അവിടെയുള്ള ഓരോ മെമ്പേഴ്സിലെയും ഫിക്സഡ് മൊമെന്റ്സ് എത്രയാണെന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ നമുക്കറിയാം ലോഡ് വരുന്നതനുസരിച്ച് എൻഡ് മൊമെന്റ്സ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഇമേജിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ആൻസർ വെരിഫൈ ചെയ്ത് നോക്കുക. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്. അതും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓരോ ജോയിൻറ്റ് കൺസിഡർ ചെയ്യുക, അവിടെയുള്ള മെമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഫിക്സഡ് മൊമെന്റ്സ് നമ്മൾ എത്രയാണെന്നുള്ള കാര്യം തൊട്ട് മുമ്പത്തെ ഇമേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദെൻ ബാലൻസിങ് മൊമെന്റ് കണ്ടുപിടിക്കുക. ബാലൻസിങ് മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമുക്ക് അവിടെ ഓരോ ജോയിൻറ്റിലും കിട്ടുന്ന ടോട്ടൽ മൊമെന്റിൻ്റെ ഓരോ കറസ്പോണ്ടിങ് മെമ്പറിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കവിടെ എന്ത് കിട്ടും, ബാലൻസിങ് മൊമെന്റ് കിട്ടും. ബാലൻസിങ് മൊമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്ത് ചെയ്യുക, ക്യാരി ഓവർ മൊമെന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം. ദെൻ ക്യാരി ഓവർ മൊമെന്റ് കണ്ടുപിടിക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ക്യാരി ഓവർ ചെയ്യുമ്പോഴും സൈൻ ചേഞ്ച് ആവുന്നില്ല എന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവണം. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, വീണ്ടും ആ ഓരോ ജോയിൻസിലുമുള്ള ടോട്ടൽ മൊമെന്റ് എടുക്കുന്നു, നെറ്റ് മൊമെന്റ് എടുക്കുന്നു, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഒരു സൈക്കിളും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ മൊമെന്റ് നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. സോ ഈ കിട്ടിയ ടോട്ടൽ മൊമെന്റ് യൂസ് ചെയ്തിട്ട് വേണം നമുക്കിനി എന്ത് വരയ്ക്കാനായിട്ട്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. സോ നമുക്കിനി നേരെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്ന എങ്ങനെയുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആൻസറുമായിട്ടൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. സോ ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഏറ്റവും അവസാനം കണ്ടുപിടിക്കേണ്ടിരുന്നത് മാക്സിമം ആക്സിയൽ ഫോഴ്സ് അറ്റ് കോളം ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്താണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ക്രിട്ടിക്കൽ കണ്ടീഷൻ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ, ഇപ്പൊ ബിയിലുള്ള കോളത്തിന്റെ ആണ് നമ്മൾ മാക്സിമം ആക്സിയൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ ലോഡ് കൊടുക്കുമായിരുന്നു അല്ലെ. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിയിലെ കോളത്തിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ എങ്ങനെ ഇവിടെ കൊടുത്താൽ മതി, ഇവിടെ മാത്രം നമ്മൾ എന്ത് കൊടുക്കുക, ലൈവ് ലോഡ് നമ്മൾ കൊടുക്കുക. ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഇനിയിപ്പോ എയിലെ കോളത്തിലെയാണ് മാക്സിമം ആക്സിയൽ ഫോഴ്സ് കോളം എ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ എങ്ങനെ കണ്ടുപിടിക്കും, ഇവിടെ മാത്രം നമ്മൾ എന്ത് കൊടുക്കുക, ലൈവ് ലോഡ് കൊടുക്കുക. ഇനി സി ആണെങ്കിൽ ഈ മെമ്പറിൽ ലൈവ് ലോഡ് കൊടുക്കണം, അതുപോലെ തന്നെ ഈ മെമ്പറിൽ നമ്മൾ എന്ത് കൊടുക്കും, ലൈവ് ലോഡ് കൊടുക്കും. ഇത്രയും മാത്രം ഓർമ്മിച്ചാൽ മതി. ഈ ഒരു ഡി എന്ന കോളത്തിലാണ്, ഡി എന്ന പോയിന്റിൽ അല്ലെങ്കിൽ അവിടെയുള്ള കോളത്തിലെ ആക്സിയൽ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ
ലൈവ് ലോഡ് കൊടുക്കുക. അവിടെ ലൈവ് ലോഡ് കൊടുക്കുമ്പോൾ ടോട്ടൽ ലോഡഡ് സി ഡി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, വേരിയേഷൻ വരും. ടോട്ടൽ ലോഡഡ് സി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, 14.5 + 16 = 30.5 kN/m എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിന്റെയും ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഫിക്സഡ് മൊമെന്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ അതിനൊരു ഇമേജ് ഇതിന്റെ കൂടെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടാവും, അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആദ്യം ഫിക്സഡ് മൊമെന്റ് കണ്ടുപിടിക്കുക, ദെൻ ആ ഒരു ഇമേജ് നോക്കുക, കറക്റ്റ് ആണോ നോക്കുക. ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ചെയ്യുന്നു. അതിന്റെയും ഒരു ഇമേജ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഞാൻ ചെയ്തിരുന്നില്ല, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഒപ്പം തന്നെ നമ്മൾ ഫൈനൽ ലൈൻ മൊമെന്റ്സ് എന്താണ്, മെഡിമോൺ ഡയഗ്രാം എന്താണെന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ടാവും. ഇമേജ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് വെരിഫിക്കേഷന് വേണ്ടി മാത്രം എന്ത് ചെയ്യുക, ആൻസേഴ്സിലോട്ട് പോവുക. കാരണം നമ്മൾ എല്ലാ മെത്തേഡും നമ്മൾ മെൻഷൻ ചെയ്തതായിട്ടാണ് പോയിട്ടുള്ളത്. സോ തന്നിരിക്കുന്ന ലോഡിംഗ് കണ്ടീഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഫിക്സഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ആ ലോഡിംഗ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഫിക്സഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ തന്നിരിക്കുന്ന ആൻസറുമായിട്ടൊന്ന് വെച്ച് നോക്കുക, ആൻസർ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. സോ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയാമായിരിക്കും. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യുക. ദെൻ അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ടോട്ടൽ മൊമെന്റ്സ് ഓരോ മെമ്പറിലെയും ടോട്ടൽ മൊമെന്റ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ആൻസറുമായിട്ട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. സോ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് ടോട്ടൽ മൊമെന്റ് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് കിട്ടി. സോ ആ മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഓരോ മെമ്പറിലെയും മൊമെന്റ് എത്രയാണെന്നുള്ള കാര്യം കറസ്പോണ്ടിങ് മൊമെന്റ് നോക്കുക. അതുപോലെ തന്നെ അവിടെ ആക്ട് ചെയ്യുന്ന UDL കാരണമുള്ള മൊമെന്റ് എത്രയാണെന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമുക്ക് വരയ്ക്കാം. സോ അത് വരച്ചതിന് ശേഷം മാത്രം ഈ ആൻസറുമായിട്ട് വെച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇനി നമുക്ക് വാട്ട് ആർ ദ ലിമിറ്റേഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് എന്നുള്ള കാര്യം നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കൺസിഡർ ചെയ്തിട്ടുണ്ട്, തൊട്ട് മുമ്പ് നമ്മൾ ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തത് ഓരോ ഫ്ലോറിന്റെ ഹൈറ്റ് സെയിം ആയിരുന്നു. 3.5 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ കോളം ഒക്കെ നമ്മൾ എന്ത് ചെയ്തത്, കൺസിഡർ ചെയ്തത്. അപ്പോൾ ഈ കോളം ഹൈറ്റ് വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ എടുക്കുന്ന എങ്ങനെയാ, ഒരു ഫ്ലോർ മാത്രം എടുത്ത് അനലൈസ് ചെയ്യാണ്. അതിന്റെ ഉദ്ദേശം എന്താ, ബാക്കി എല്ലാ ഫ്ലോറും സെയിം ആണെന്നുള്ള നമ്മുടെ ഉദ്ദേശം. അവിടെ ഹൈറ്റ് വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലോർ ഹൈറ്റ് എന്തായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലോറിലുള്ള ഈ കോളത്തിന്റെ ഹൈറ്റ് സെയിം ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിമിനകത്ത് സ്വേ ഉണ്ടെങ്കിൽ, ഈവൻ ഇൻ കേസ് അൺസിമെട്രിക് ലോഡിംഗ് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, സ്വേ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ഈസ് ഇഗ്നോർഡ്. അവിടെ ഉണ്ടാവുന്ന സ്വേ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇഗ്നോർ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഓഫ് അൺസിമെട്രിക് ലോഡിംഗ് വന്നാൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ സ്വേ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ. അപ്പൊ രണ്ട് ലിമിറ്റേഷൻ ആണ്. ഏതൊക്കെയാ, ഹൈറ്റ് ഓഫ് കോളം ഇൻ എ ഫ്ലോർ ഈസ് ഡിഫറെന്റ്. ഓരോ ഫ്ലോറിലെയും ഹൈറ്റ് ഓഫ് കോളം ഡിഫറെന്റ് ആണ്. സോ വി കനോട്ട് അനലൈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ്. കോളം ഹൈറ്റ് ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് യൂസ് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് അൺസിമെട്രിക് ലോഡിംഗ് വരുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്വേ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യുകയാണ്. ഇതാണ് ലിമിറ്റേഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് നോക്കാനുണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓരോ കണ്ടീഷൻ പറയുമ്പോഴും അതിനകത്തുള്ള ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്താണ്, ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോഴും മാക്സിമം ഹോഗിംഗ് മൊമെന്റോ അല്ലെങ്കിൽ മിനിമം സാഗിംഗ് മൊമെന്റ് അല്ലെങ്കിൽ മാക്സിമം സാഗിംഗ് മൊമെന്റ്, അതുപോലെ തന്നെ മാക്സിമം ആക്സിയൽ ഫോഴ്സ്, എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെയുള്ള ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ക്രിട്ടിക്കൽ കണ്ടീഷൻ യൂസ് ചെയ്ത് നമ്മൾ ആദ്യം ഫിഗർ വരയ്ക്കുക. ആ ഫിഗർ വരച്ചതിന് ശേഷം നമ്മൾ നേരെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഫിക്സഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫിക്സഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ നേരെ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലോട്ട് പോകും. ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നമുക്ക് എന്ത് കിട്ടുന്നു, മൊമെന്റ് കിട്ടുന്നു. സോ നമുക്ക് ആവശ്യമായിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഓരോ കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ അനുസരിച്ചുള്ള ഫൈനൽ മൊമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്.